കാലിയോഗം ഭാഗം 21. നീ പറഞ്ഞല്ലോ നീ അങ്ങനെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ കണ്ണുകൾ അനന്തികയുടെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവളുടെ ആയുസ് കുറഞ്ഞു തുടങ്ങിയെന്നർത്ഥം. അവളുടെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രംഭ അനന്തികയെ ഒരു വല്ലാത്ത നോട്ടത്തിൽ നോക്കി. അനന്തികയുടെ ശരീരം മുഴുവൻ പേടിയിൽ വിറച്ചു. അടുത്ത നിമിഷം രംഭ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. വിക്രം ഞെട്ടലോടെ അർജുനെയും അനന്തികയെയും നോക്കി. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ നേർക്കുനേർ നിൽക്കുന്ന ആ കാഴ്ച ഒരു യുദ്ധത്തിന്റെ തുടക്കമെന്ന പോലെ തോന്നി അവന്. ഭയത്തോടെ അവനും വേഗം രംഭയുടെ പിന്നാലെ പുറത്തേക്കോടി. കാറിന്റെ സ്റ്റിയറിംഗിൽ കൈകൾ മുറുകെ പിടിച്ചിരുന്നു രംഭ ഡ്രൈവ് ചെയ്തത്. അവളുടെ കണ്ണുകളിൽ കത്തുന്നത് ദേഷ്യമോ പകയോ വേദനയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കാറിന്റെ സ്പീഡ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. സീറ്റിൽ ഇരുന്ന വിക്രം ഭയത്തോടെ അവളെ നോക്കി. റോഡിലൂടെ പാഞ്ഞു പോകുന്ന ലൈറ്റുകൾ കണ്ണിൽ മിന്നി മറഞ്ഞെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ രംഭയിലായിരുന്നു. ഇത്രയും വർഷങ്ങളായി അവളെ അറിയുന്നവനാണ്, പക്ഷെ ഇങ്ങനെയൊരു രംഭയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി പിടിച്ചിരുന്നു. ചുണ്ടുകൾ ദേഷ്യത്തിൽ വിറയ്ക്കുന്നു. ശ്വാസം പോലും വേഗത്തിലായിരുന്നു. രംഭ, അവൻ പതിയെ വിളിച്ചെങ്കിലും അവൾ കേട്ടില്ല, അല്ലെങ്കിൽ കേൾക്കാത്തതുപോലെ നടിച്ചു. കുറെ ദൂരം അവർ യാത്ര ചെയ്തു. എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ, ഒരു ലക്ഷ്യവും ഇല്ലാതെ. പെട്ടെന്നാണ് അവൾ ശക്തിയിൽ ബ്രേക്ക് അമർത്തിയത്. കാറ് റോഡരികിൽ കുലുങ്ങി നിന്നു. വിക്രം ഭയത്തോടെ സീറ്റിൽ നിന്നും മുന്നോട്ട് ആഞ്ഞു പോയെങ്കിലും വേഗം നേരെയിരുന്നു. അവൻ അവളെ നോക്കി. രംഭ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കായിരുന്നു. അവളുടെ കണ്ണുകളിൽ പക കത്തുന്നുണ്ടായിരുന്നു. ഈ അർജുന് ഒരു സുഹൃത്ത് പോലുമില്ല അല്ലേ? അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആരാണ് വന്നതെന്ന് നമുക്ക് അന്വേഷിക്കാമായിരുന്നു. അവൾ സ്വയം പറയുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പെണ്ണ് ഉണ്ടെങ്കിൽ അവളെ ഞാൻ കണ്ടെത്തും. അവളുടെ ശബ്ദം വല്ലാതെ മാറി. അത് കേട്ട് വിക്രമിന്റെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അവന്റെ മനസ്സിലേക്ക് നന്ദിതയുടെ മുഖം വന്നു. അവളെക്കുറിച്ച് പറയണോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണോ? ഒരു നിമിഷം അവൻ ആലോചിച്ചു. പക്ഷെ ഉടനെ തന്നെ അർജുന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങള് അവന്റെ മനസ്സിലേക്ക് വന്നു. രംഭയുടെ കണ്ണുകൾ, അവളുടെ ഭ്രാന്തമായ പ്രണയം, അവളുടെ ദേഷ്യം. ഇപ്പോൾ നന്ദിതയുടെ കാര്യം പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഉറപ്പായിട്ടും നന്ദികയെ ഇല്ലാതാക്കിയെന്ന് വരും. ആ ചിന്ത തന്നെ അവനെ ഭയപ്പെടുത്തി. ഇല്ല, ഇപ്പോ പറയാൻ പാടില്ല, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. നിനക്കെന്തെങ്കിലും അറിയാമോ? പെട്ടെന്ന് രംഭയുടെ ചോദ്യം കേട്ടതും വിക്രം ഞെട്ടി അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു. വിക്രം വേഗം തല കുലുക്കി. ഇല്ല, അവൻ പറഞ്ഞെങ്കിലും അവന്റെ ശബ്ദത്തിൽ ഭയം വ്യക്തമായിരുന്നു. രംഭ കുറച്ചുനേരം അവനെ നോക്കി നിന്നു. പിന്നെ വേഗം മുന്നോട്ട് നോക്കി. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും, അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഇനി എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയൊരു പെണ്ണ് സത്യത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ജീവിതത്തിന്റെ കൗണ്ട് ഡൗൺ ഇന്ന് തുടങ്ങി. പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. ആ ചിരി പോലും വിക്രമിനെ പേടിപ്പിച്ചു. സ്വയം സംസാരിക്കുന്നത് പോലെ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. വിക്രം ഒന്നും മിണ്ടിയില്ല. അതേസമയം അർജുന്റെ വീട്ടിലെ ഹാളിൽ നിൽക്കുകയായിരുന്നു അനന്തിക. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം മാത്രം: ആരാണ് ആ പെൺകുട്ടി? പെട്ടെന്ന് പടികളിലേക്ക് നടക്കാൻ തുടങ്ങിയ അർജുന്റെ അടുത്തേക്ക് അവൾ വേഗം ചെന്നു. ഏട്ടാ, അവൾ വിളിച്ചു. അർജുൻ തിരിഞ്ഞു നോക്കി. നേരത്തെ പറഞ്ഞത് സത്യമാണോ? അവൾ ചോദിച്ചു. അങ്ങനെ ഒരു പെണ്ണ് ശരിക്കും ഉണ്ടോ? അവളുടെ കണ്ണുകളിൽ ആകാംക്ഷയായിരുന്നു. അർജുൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ നന്ദിതയുടെ മുഖമായിരുന്നു. പിന്നെ അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ പ്രണയമുണ്ടായിരുന്നു. ഉണ്ട്, അവൻ പതിയെ പറഞ്ഞു. അനന്തികയുടെ കണ്ണുകൾ വിടർന്നു. ആരാണെന്ന് ഇപ്പൊ ചോദിക്കണ്ട. സമയമാകുമ്പോൾ അവൾ നിന്റെ മുന്നിലേക്ക് വരും. അല്ല, ഞാൻ കൊണ്ടുവരും അവളെ. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. രംഭ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ തീ പോലെ കത്തിക്കൊണ്ടിരുന്നു. മുകളിലെ റൂമിലേക്ക് കയറിയ അർജുന്റെ വാതിൽ ശക്തമായി അടഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. പിന്നെ ബെഡിലേക്ക് വീണു. കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷെ മനസ്സ് മുഴുവൻ നന്ദിതയായിരുന്നു. ഇനി എന്ത് സംഭവിക്കും? ആ ചോദ്യമാണ് അവനെ അലട്ടിക്കൊണ്ടിരുന്നത്. സമയം മുന്നോട്ട് പോകുന്തോറും രംഭയെക്കുറിച്ചുള്ള ഓരോ ചിന്തകളും നന്ദിതയുടെ മനസ്സിൽ ഭയമായി വളർന്നുകൊണ്ടിരുന്നു. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കിടന്നു. അവളെ ശരിക്കും അറിയില്ല നമുക്ക്. അവള് സാധാരണ ഒരു പെണ്ണായി കാണാനും പറ്റില്ല. ആരോടും കരുണയില്ലാത്ത ഒരാളാണ്.
ശാലിനിയുടെ ശബ്ദം വീണ്ടും വീണ്ടും ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ വാക്കുകൾ നന്ദിതയുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ശാലിനിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു നന്ദിത. റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അമ്മ രണ്ടുപേരെയും നോക്കി. എന്താ മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? അമ്മയുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഒന്നുമില്ല അമ്മേ, ഇവൾക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ശാലിനി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അമ്മ പതിയെ നന്ദിതയുടെ തലയിൽ തലോടി. എന്താ നന്ദ, മുഖം വാടിയിരിക്കുന്നു? നന്ദിത പെട്ടെന്ന് കണ്ണു തുറന്നു അമ്മയെ നോക്കി. ഒന്നുമില്ല, അവൾ ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. സന്ധ്യയായി മോളെ, ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്ക്. അമ്മ പറഞ്ഞതും നന്ദിത പതിയെ എഴുന്നേറ്റു. വാഷ്റൂമിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ അർജുനിലായിരുന്നു. അവനെ ഇപ്പോൾ ഒന്ന് കാണണം, അവനോടൊന്ന് സംസാരിക്കണം, അവന്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഒരു തരം വല്ലാത്ത തോന്നൽ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു മുമ്പ് കേട്ട രംഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിനെ ഭയപ്പെടുത്തി. അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ? ആ ചോദ്യവും അവളുടെ ഉള്ളം കുലുക്കി. വാഷ് ബേസിനിൽ വെള്ളം മുഖത്തേക്ക് വീഴുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയും ശാലിനിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 3 പേരും കൂടി ചേർന്ന് വിളക്ക് വെച്ചു. പ്രാർത്ഥിക്കുമ്പോൾ പോലും നന്ദിതയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു, അർജുനും തന്റെ കുടുംബത്തിനും ഒന്നും സംഭവിക്കരുതേ എന്ന്. ശേഷം അവൾ നന്ദന്റെ റൂമിലേക്ക് പോയി. ശാലിനിയും നന്ദിതയും ചേർന്ന് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരത്തിനിടയിൽ നന്ദന്റെ കാലുകൾ ചെറുതായി അനങ്ങുന്നത് കണ്ടപ്പോ രണ്ടുപേരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ശാലു, കണ്ടോ അനങ്ങുന്നത്? നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു. ശാലിനിക്കും സന്തോഷം അടക്കാനായില്ല. അപ്പോഴേക്കും അച്ഛനും അമ്മയും റൂമിലേക്ക് വന്നു. പിന്നെ 5 പേരും കൂടി ഇരുന്ന് സംസാരത്തിനിടയിൽ നന്ദൻ പെട്ടെന്ന് ഫോൺ എടുത്ത് അർജുൻ കേസ് ജയിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രംഭ അർജുന്റെ കൈ പിടിച്ചു നിൽക്കുന്ന ആ വാർത്തയെക്കുറിച്ച് പറയുകയും ഫോട്ടോ ഫോണിൽ കാണിക്കുകയും ചെയ്തു. അത് കണ്ടതും അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. പെണ്ണ് കൊള്ളാം, അർജുൻ അവൻ നല്ല പയ്യനാണ്. അന്ന് ഇവിടെ വന്ന് ഗായത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനെ ശ്രദ്ധിച്ചിരുന്നു. ഈ കേസ് ജയിച്ചതുപോലും അവന്റെ നല്ല മനസ്സുകൊണ്ടാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് 1 രൂപ പോലും ഫീസ് വാങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞത്. അങ്ങനെയുള്ള അവന് കിട്ടിയ പെൺകുട്ടിയും നല്ലതാണ്, സുന്ദരിയാണ്, നല്ല ജോലിയുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ വാക്കുകൾ നന്ദിയുടെ മനസ്സിൽ കുത്തിക്കയറുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയത്. അവൾ ഞാനിപ്പോ വരാം അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ പോകുന്നത് കണ്ട് ശാലിനി ശ്രദ്ധിച്ചെങ്കിലും ഒന്നും ചോദിച്ചില്ല. നന്ദിത നേരെ സ്വന്തം റൂമിലേക്കാണ് പോയത്. റൂമിൽ കയറിയ ഉടനെ അവൾ കേൾക്കുന്നത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. അവൾ വാതിലടച്ച് വേഗം ഫോൺ എടുത്തു. പക്ഷെ അപ്പോഴേക്കും കോള് കട്ടായിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന പേര് കണ്ടതും അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അച്ചുവേട്ടൻ. അതിന് താഴെ മിസ്ഡ് കോൾ. അത് കണ്ടതും രാവിലെ നടന്ന കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ വേഗം അർജുനെ വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. എവിടെയായിരുന്നു നന്ദ? അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. ഞാനങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അത് കേട്ടതും നന്ദിത ഞെട്ടി. എന്റെ പൊന്നച്ചുവേട്ട, ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ എല്ലാവരും ഉണ്ട്, ശാലിനിയും ഉണ്ട്, അവൾ വേഗം പറഞ്ഞു. അവൾ പറഞ്ഞതും അർജുൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ഓ, അപ്പൊ കൂട്ടുകാരി വന്നപ്പോ എന്നെ മറന്നതാലേ? അവന്റെ കുഞ്ഞു പരിഭവം കേട്ടതും നന്ദിതയ്ക്ക് ചിരി വന്നു. ഇത്രയും നേരം മനസ്സിനെ മൂടിയിരുന്ന ടെൻഷൻ പതിയെ മാറി. അല്ലാട്ടോ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ നന്ദിത അവന്റെ പരിഭവം മാറ്റുന്ന തിരക്കിലായിരുന്നു. അവളുടെ സംസാരം കേൾക്കാനായി മനഃപൂർവ്വം പരിഭവം കാണിക്കുകയായിരുന്നു അർജുൻ. അങ്ങനെ കുറച്ചുനേരം സംസാരിച്ച് രണ്ടുപേരുടെയും മനസ്സ് അപ്പോഴേക്കും ശാന്തമായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അർജുന്റെയും മനസ്സ് ശാന്തമായി. കുറച്ചു മുമ്പ് രംഭയുമായിട്ടുണ്ടായ തർക്കം, അവളുടെ ഭീഷണി, അവളുടെ കണ്ണുകളിലെ ഭ്രാന്ത് എല്ലാം അവൻ പതിയെ മറന്നുപോയി. ആ നിമിഷം അവന്റെ മനസ്സിൽ നന്ദിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിച്ചോ നന്ദ? അർജുൻ ചോദിച്ചു. ഇല്ല. എന്നാ പോയി കഴിക്കേ. അച്ചൂട്ടൻ കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, കഴിക്കണം, അവൻ പറഞ്ഞു. അപ്പോഴാണ് താഴെ നിന്നും ശാലിനിയുടെ വിളി കേട്ടത്. നന്ദ, ഭക്ഷണം കഴിക്കാവാ. അത് കേട്ടതും നന്ദിത ചിരിച്ചു. ഞാൻ പിന്നെ വിളിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കേ, അർജുൻ പറഞ്ഞു. അവൾ കോൾ കട്ട് ചെയ്തു. ഫോൺ കട്ടായതും അർജുൻ കുറച്ചുനേരം അതേ ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ പതിയെ ബെഡിലേക്ക് കിടന്നു. അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നന്ദിതയുടെ ശബ്ദം മാത്രം മതി അവന്റെ മനസ്സ് വീണ്ടും ശാന്തമാകാൻ.
അവൾക്ക് തന്റെ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് അവന് മനസ്സിലായി. അർജുനോട് സംസാരിച്ചതിന് ശേഷം നന്ദിതയുടെ മനസ്സിൽ കുറച്ചു മുമ്പ് വരെ നിറഞ്ഞു നിന്ന ഭയങ്ങൾ പതിയെ അകന്നു പോകുകയായിരുന്നു. അർജുനുമായി സംസാരിച്ച ശേഷം രംഭയെക്കുറിച്ചുള്ള ചിന്തകൾ പോലും അവൾ കുറച്ചൊക്കെ മറന്നിരുന്നു. ശാലിനിയും പിന്നെ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കൂടി റൂമിലേക്ക് കയറി. റൂമിലേക്ക് കയറിക്കൊണ്ടിരുന്ന ശാലിനി പെട്ടെന്ന് തിരിഞ്ഞ് ചോദിച്ചു, അതെ, ഞാനിവിടെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നന്ദിത അവളെ നോക്കി. അതിനെന്താ പ്രശ്നം? അല്ല, ശാലിനി കുസൃതിയോടെ കണ്ണു ചിമ്മി. ആ അർജുൻ സാറ് രാത്രി ഇനി വരുമോ എന്നറിയില്ലല്ലോ. ശാലു, നന്ദിത നാണത്തോടെയും ദേഷ്യത്തോടെയും അവളെ നോക്കി. ഇനി സാറാണെന്ന് പറഞ്ഞ് നീ എന്തെങ്കിലും എന്നെ ചെയ്യോ ഞാനിവിടെ കിടക്കുമ്പോ? അത് പറഞ്ഞ് ശാലിനി പൊട്ടിച്ചിരിച്ചു. അതേസമയം തന്നെ നന്ദിതയുടെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ മുഖം അറിയാതെ വിടർന്നു. അച്ചുവേട്ടൻ. ആഹാ, ശാലിനി ഫോൺ കണ്ടതും ബെഡിൽ ചാടിക്കയറിയിരുന്നു. 100 ആയുസ്, ഞാൻ പറഞ്ഞതും ദേ വിളിച്ചല്ലോ. നന്ദിത നാണിച്ച് അവളെ നോക്കി. പോടി. പോയി സംസാരിക്കും മോളെ, ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് സംസാരിക്കാതെ ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി സംസാരിക്കേ. ഞാനും എന്റെ കെട്ടിയനോടൊന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞ് അവൾ ഫോൺ എടുത്തു. നന്ദിത ചെറിയൊരു ചിരിയോടെ ബാൽക്കണിയിലേക്ക് നടന്നു. തണുത്ത രാത്രി കാറ്റ് അവളെ തഴുകിപ്പോയി. ഫോൺ എടുത്തതും അർജുന്റെ ശബ്ദം കേട്ടു. നന്ദ. ആ വിളി കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം ശാന്തമായി. എനിക്ക് ശരിക്കും നിന്നെ കാണാൻ തോന്നുന്നു. അവന്റെ ശബ്ദത്തില് ഒരു കുഞ്ഞിന്റെ പരിഭവം പോലെ എന്തോ ഉണ്ടായിരുന്നു. അത് കേട്ട് നന്ദിതയ്ക്ക് ചിരി വന്നു. അച്ചുവേട്ടാ, ഇവിടെ ശാലു ഉണ്ട്, അവൾ പതിയെ പറഞ്ഞു. അവളോട് എല്ലാം പറഞ്ഞൊപ്പിച്ചിട്ട് ഇപ്പോ അവളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുക ഞാൻ. അവൾ പരിഭവം പറഞ്ഞതും അർജുനും ചിരിച്ചു. കളിയാക്കിയോ? എന്ത് പറഞ്ഞ കളിയാക്കിയത്? അവൻ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം. നന്ദിതയും ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ സംസാരം നീണ്ടുപോയി. ഇരുവരും ഓരോ ചെറിയ കാര്യങ്ങളും പങ്കുവെച്ചു. അവസാനം ഫോൺ വെക്കാൻ നേരം അർജുൻ പെട്ടെന്ന് ചോദിച്ചു, ഇനി എനിക്ക് നിന്നെ എപ്പോഴാ കാണാൻ പറ്റുക? അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അച്ചുടൻ കോളേജിലേക്ക് വരില്ലേ? നന്ദിത ചോദിച്ചു. ഞാൻ വന്നോട്ടെ? എന്നോട് ചോദിച്ചിട്ടാണോ അച്ചുവേട്ടൻ ഇങ്ങോട്ട് വരുന്നത്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ ഇനി ചോദിച്ചിട്ടേ വരൂ. ഇനി ടീച്ചർക്ക് ഇഷ്ടമായില്ലെങ്കിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലാതെ അനിയത്തി കണ്ടാലോ എന്നുള്ള പേടി കൊണ്ടല്ലേ? നന്ദിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അർജുൻ, അവള് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. അതെന്താ? നന്ദിതയുടെ നെറ്റി ചൊളിഞ്ഞു. അവൾ അറിഞ്ഞു. എന്ത്? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും നന്ദിത ഞെട്ടി. എന്ത്? അത് ഞാനാണെന്ന് അറിഞ്ഞോ? ഇല്ല. പിന്നെ അർജുൻ രംഭയുമായി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ രംഭയുടെ ഭീഷണിയോ അവളുടെ ഭ്രാന്തോ ഒന്നും പറഞ്ഞില്ല. അതറിഞ്ഞാൽ അവൾ പേടിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. വേണ്ടായിരുന്നു അച്ചുവേട്ടാ. നന്ദിതയുടെ ശബ്ദത്തില് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോഴേ അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇനിയും ഞാൻ അവൾക്ക് പ്രതീക്ഷ കൊടുക്കണോ നന്ദ? അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൻ കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. പേര് കൂടി പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ടെന്ന് വെച്ചു. നീ പറഞ്ഞതുപോലെ നന്ദുവിന്റെ ആരോഗ്യത്തിൽ കുറച്ച് മാറ്റം വരട്ടെ, അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരാം. അവന്റെ വാക്കുകൾ കേട്ട് നന്ദിതയുടെ മനസ്സ് നിറഞ്ഞു. പിന്നെ അർജുൻ വീണ്ടും ചോദിച്ചു, നാളെ രാവിലെ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? കോളേജിന് മുന്നിലേക്ക് നേരത്തെ വന്നാൽ മതി. എന്നാ നമുക്ക് ഒരുമിച്ച് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാം, അല്ലേ നന്ദ? അയ്യോ പറ്റില്ല, നന്ദിത ഉടനെ പറഞ്ഞു. അമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ടേ വരൂ. വരുമ്പോ ശാലു ഉണ്ടാകും. എന്നാലും കഴിക്കുന്ന എനിക്ക് കമ്പനി തരാലോ. എന്റെ കൂടെ ചുമ്മാ ഇരുന്നാ മതി. സമ്മതിച്ചോ? അവൾ പതിയെ മൂളി. അങ്ങനെ വീണ്ടും അവരുടെ സംസാരം നീണ്ടുപോയി. പെട്ടെന്ന് അർജുൻ പറഞ്ഞത്, ഒരുപാടായി നീ അവിടെ നിന്ന് സംസാരിക്കുന്നത്. തണുപ്പ് കൂടിക്കൂടി വരുന്നു. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇനി ആ ബാൽക്കണിയിൽ നിൽക്കണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് കേട്ട് നന്ദിത ഞെട്ടി ചുറ്റും നോക്കി. അച്ചുവേട്ടന് എങ്ങനെ അറിയാം ഞാൻ ബാൽക്കണിയിലാ നിന്ന് സംസാരിക്കുന്നതെന്ന്? അവൻ ചിരിച്ചു. പിന്നെ ഞാൻ കണ്ടുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. എന്ത്? നന്ദിതയുടെ കണ്ണുകൾ വലുതായി. അച്ചുവേട്ടൻ എവിടെയാ? കാണുന്നില്ലേ? അവൻ പറഞ്ഞതും അവൾ താഴേക്ക് നോക്കി. ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അച്ചുവേട്ടാ, ഇതെപ്പോഴാ വന്നേ? നീ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത്. അവൻ ചിരിച്ചു.
അതെന്താ പറയാഞ്ഞേ? പറഞ്ഞിരുന്നെങ്കിൽ നീ ഇത്ര റിലാക്സ് ആയി സംസാരിക്കുമായിരുന്നോ? അവന്റെ വാക്കുകൾ കേട്ട് അവൾ, ഒരു മിനിറ്റ് അവിടെ നിൽക്ക്, അതും പറഞ്ഞ് അവൾ ഫോൺ മാറ്റിവെച്ചു. റൂമിലേക്ക് ഓടിയെത്തിയപ്പോൾ ശാലിനി ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. നന്ദിത പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വീടിന്റെ മുൻവശത്തെ വാതിൽ പതുക്കെ തുറന്ന് പുറത്തേക്കിറങ്ങിയ അവൾ വേഗം വാതിലടച്ച് ഗേറ്റിനടുക്കിലേക്ക് ഓടി. അപ്പോഴേക്കും അർജുൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. അവൾ വേഗം അവന്റെ കൈ പിടിച്ചു. എന്ത് പണിയാ കാണിച്ചത്? സമയം എത്രയെന്നറിയോ? അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൻ നോക്കിയത് മുഴുവൻ അവളുടെ മുഖത്തേക്കായിരുന്നു, അവളുടെ കണ്ണുകളിലേക്ക്, അവളുടെ സംസാരത്തിലേക്ക്, അവളുടെ ശ്വാസത്തിലേക്ക്. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൻ, എനിക്ക് നിന്റെ മുഖം കണ്ടില്ലെങ്കിൽ ഒട്ടും ഉറങ്ങാൻ പറ്റില്ലാന്ന് തോന്നി. അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. ഇപ്പോ എനിക്ക് സമാധാനമായി ഉറങ്ങാം. അതും പറഞ്ഞ് അവൻ അവളെ അരികിലേക്ക് വലിച്ചു ചേർത്തു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. നന്ദിത അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവളുടെ ശരീരത്തിന്റെ ചൂട് അവന്റെ നെഞ്ചിൽ തട്ടിയ നിമിഷം അർജുൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അത് കണ്ടപ്പോ നന്ദിതയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ പെണ്ണ് എന്നെ ഭ്രാന്താക്കുന്നല്ലോ നന്ദ, അവൻ കുറുമ്പോടെ പറഞ്ഞു. പിന്നെ പതിയെ അവളുടെ മുഖത്തിനരികിലേക്ക് ചേർന്നു. അവളുടെ കവിളിൽ മുഖം അമർത്തി ആഴത്തിൽ അവളുടെ മണം ശ്വസിച്ചു. അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു. മൃദുവായ പക്ഷെ ഹൃദയം നിറഞ്ഞ ഒരു ചുംബനം. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും സാവധാനം നുണഞ്ഞുകൊണ്ട് അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. നന്ദിത കണ്ണുകൾ അടച്ച് അവനിലേക്ക് കൂടുതൽ ചാഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പുകൾ പോലും ഒരേ താളത്തിലായിരുന്നു. ആ നിമിഷം പെട്ടെന്ന് അവൻ അവളെ അകറ്റി മാറ്റിക്കൊണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിലും ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. എന്നാൽ അവൻ ഗേറ്റ് അടച്ച് കാറിൽ കയറി പോകുന്നത് നോക്കി നിന്ന നന്ദിത വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. വാതിലടഞ്ഞതും ആ ഗേറ്റിന്റെ മുന്നിലൂടെ മറ്റൊരു വാഹനം പാസ് ചെയ്തു പോയിരുന്നു. വണ്ടിയിൽ ഇരുന്ന ആള് ആ വീട്ടിലേക്ക് ഒന്ന് നോക്കുക കൂടി ചെയ്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയ്ക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അടുത്ത സ്റ്റോറിയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാവേ. നമ്മുടെ സ്റ്റോറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ നിങ്ങളുടെ ലൈക്കും ഹൈപ്പും എനിക്ക് വിലപ്പെട്ടതാണേ. അതിനോടൊപ്പം നിങ്ങളുടെ ഒരു വരി കമൻ്റായിട്ടും പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം കാണാം. ലവ് യു ഓൾ. ബൈ.